എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു മഹാവിസ്ഫോടനത്തിനും അതിക്രൂരമായ ഒരു വേട്ടയാടലിനുമാണ് ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. 2026 T20 ലോകകപ്പിൽ സിംബാബ്വെയെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തിയ ഇന്ത്യയുടെ 256 റൺസ് എന്ന ഹിമാലയൻ സ്കോറും അതിന് മറുപടിയായി പൊരുതി വീണ സിംബാബ്വെയുടെ ദയനീയ ചിത്രവും ലോകം ഞെട്ടലോടെയാണ് കണ്ടുനിന്നത്. എന്നാൽ ഈ കൂട്ടിക്കുരുതിക്ക് ശേഷം ഗാലറികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വെടിക്കെട്ടിന് ആദ്യമേ തിരികൊളുത്തിയ നമ്മുടെ സ്വന്തം മലയാളി താരം സഞ്ജു സാംസൺ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ വേദിയിൽ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും രോമം എഴുന്നേറ്റ് നിൽക്കും. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ നെഞ്ചിടിപ്പായി മാറിയ ആ നിമിഷങ്ങളിലെ അഹങ്കാരത്തോടെ എതിരാളികളെ വെല്ലുവിളിച്ച സഞ്ജുവിന്റെ ആ മാസ് ഡയലോഗുകൾ കേട്ടാൽ ആരുമൊന്ന് അമ്പരക്കും. 256 റൺസ് എന്ന T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കോർ പടുത്തുയർത്തിയതിന്റെ വിയർപ്പും ചോരയും ഉണങ്ങും മുൻപ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ കടന്നുവന്നപ്പോൾ ചെന്നൈ നഗരം അക്ഷരാർത്ഥത്തിൽ കുലുങ്ങി വിറയ്ക്കുകയായിരുന്നു. അലറിയാർക്കുന്ന ആയിരക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി അവതാരകന്റെ മൈക്കിനു മുന്നിൽ വിയർപ്പിൽ കുതിർന്ന നീല ജേഴ്സി അണിഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടെ സഞ്ജു നിന്നപ്പോൾ ഗാലറിയിലെ സഞ്ജു സഞ്ജു വിളികൾ ആകാശത്തെ കീറി മുറിക്കുന്നതുപോലെ തോന്നിപ്പിച്ചു. ആ ഹർഷാരവങ്ങളെ കൈകളും ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് സഞ്ജു പറഞ്ഞു തുടങ്ങി, "നമസ്കാരം ചെന്നൈ. ഈ ഒരു സ്നേഹത്തിനും ഊർജ്ജത്തിനും പകരം നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം ഈ ഉഷ്ണവും വിയർപ്പും ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചേ മറന്നിരുന്നു. മൈതാനത്തിറങ്ങിയപ്പോൾ ഗാലറിയിൽ നിന്ന് നിങ്ങൾ തന്ന ഈ ആവേശം ഞങ്ങളുടെ ശിരകളിൽ സാക്ഷാൽ തീ പടർത്തുകയായിരുന്നു. എന്റെ ബാറ്റിങ്ങിനെക്കുറിച്ച് ചോദിച്ചാൽ ഗെയിം പ്ലാൻ വളരെ ലളിതമായിരുന്നു. ആദ്യ പന്ത് മുതൽ തന്നെ എതിരാളികളുടെ നട്ടല്ലൊടിക്കുക. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ എനിക്ക് ലഭിച്ച ഒരേയൊരു നിർദ്ദേശം സിംബാബ്വെ ബൗളർമാർക്ക് ഒട്ടും ചിന്തിക്കാൻ സമയം കൊടുക്കാതെ അവരെ മാനസികമായി തകർക്കുക എന്നതായിരുന്നു. എന്റെ ആ വെറും 15 പന്തിലെ 24 റൺസ് ഒരു ചെറിയ സ്കോറായി നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അത് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിന് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു. ഇന്ന് നമ്മൾ പ്രതിരോധിക്കാൻ പോകുന്നില്ല, പകരം ഇരയെ ക്രൂരമായി വേട്ടയാടാൻ പോകുകയാണ്." പിന്നീട് അവിടെ നടന്നത് ലോകം കണ്ടതാണല്ലോ. അഭിഷേക് ശർമ്മയും സൂര്യയും തുടങ്ങിയ ആ കൂട്ടക്കുരുതി അവസാന ഓവറുകളിൽ ഹാർദിക്കും തിലക് വർമ്മയും ഏറ്റെടുത്തപ്പോൾ ഞാൻ ഡഗ്ഔട്ടിലിരുന്ന് വിചാരിച്ചത് ഇതൊരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാച്ചാണോ അതോ ഏതെങ്കിലും പ്ലേ സ്റ്റേഷനിൽ പിള്ളേർ വീഡിയോ ഗെയിം കളിക്കുകയാണോ എന്നാണ്. സിംബാബ്വെ ബൗളർമാരെ അവർ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തുകയായിരുന്നു. 256 എന്ന അവിശ്വസനീയ സ്കോർ ബോർഡിൽ തെളിഞ്ഞപ്പോൾ തന്നെ ഈ മത്സരം നമ്മൾ പകുതി ജയിച്ചിരുന്നു. പക്ഷേ രണ്ടാമത് പന്തെറിയാൻ ഇറങ്ങിയപ്പോൾ വിക്കറ്റിന് പിന്നിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ട മറ്റൊരു അത്ഭുതമുണ്ട്. അത് സിംബാബ്വെയുടെ ബ്രയൻ ബെന്നറ്റ് എന്ന 21കാരന്റെ അവിശ്വസനീയമായ പോരാട്ട വീരമാണ്. സത്യം പറയാമല്ലോ, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൗളറായ സാക്ഷാൽ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ ബെന്നറ്റ് കളിച്ച ആ ഷോട്ട് കണ്ടപ്പോൾ വിക്കറ്റിന് പിന്നിൽ ഗ്ലൗസും ഇട്ട് നിന്ന ഞാൻ ശരിക്കും അമ്പരന്നുപോയി. ബുംറ ഭായിയുടെ ഒരു ഷോട്ട് ബോളിനെ അയാൾ ടെന്നീസ് ഇതിഹാസമായ യുവാൻ മാർട്ടിൻ ഡെൽ പോട്രോയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഉഗ്രൻ ഫോർഹാൻഡ് ഷോട്ടിലൂടെ സിക്സറിലേക്ക് പറത്തിയത് കണ്ടപ്പോൾ ഞെട്ടലോടെയാണ് ഞാൻ നോക്കി നിന്നത്. അക്സറിനെയും വരുൺ ചക്രവർത്തിയെയും അയാൾ തുടർച്ചയായി അതിർത്തി കടത്തിയപ്പോൾ ആ യുവതാരത്തിന്റെ നെഞ്ചുറപ്പിനെ ഞാൻ മനസ്സിൽ നമിച്ചുപോയി. ഇതിനിടയിൽ നമ്മുടെ ശിവം ദുബെ എറിഞ്ഞ ആ 15ാം ഓവറിൽ ബെന്നറ്റ് 26 റൺസ് അടിച്ചെടുത്തപ്പോൾ കളിക്ക് കുറച്ചുകൂടി ജീവൻ വെച്ചു. അവരുടെ ബെന്നറ്റിന്റെ ബാറ്റിംഗ് കണ്ട് പന്തിനായി ഡൈവ് ചെയ്തപ്പോൾ തിലക് വർമ്മയുടെ പാന്റ് ഊരിപ്പോയ ആ രസകരമായ കാഴ്ച ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചിരി പടർത്തുമെന്നുറപ്പാണ്. എങ്കിലും ആത്യന്തികമായി ആ സ്കോർ അവർക്ക് താണ്ടാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ബുംറയും അർഷ്ദീപും തുടക്കത്തിൽ തന്നെ അവർക്ക് യാതൊരു പഴിവും നൽകിയില്ല. അക്സറും വരുണും മികച്ച വിക്കറ്റുകൾ വീഴ്ത്തി സമ്മർദ്ദം നിലനിർത്തിയതോടെ 140കളിൽ നിൽക്കുമ്പോഴും സിംബാബ്വെയുടെ വിധി പൂർണ്ണമായും എഴുതപ്പെട്ടിരുന്നു. ഇത് വെറുമൊരു വിജയമല്ല, ഇതൊരു ലോകകപ്പാണ്. ഇവിടെ വിട്ടുവീഴ്ചകളില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ നേരിട്ട വേദനകൾക്കെല്ലാം ഈ ലോകകപ്പിലൂടെ നമ്മൾ മറുപടി നൽകാൻ പോവുകയാണ്. ഈ കുതിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കിരീടം അത് നമ്മൾ ഇന്ത്യയിൽ തന്നെ നിലനിർത്തും. സഞ്ജു തന്റെ വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്തായാലും സഞ്ജുവിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചെപ്പോക്കിലെ ഗാലറി മാത്രമല്ല, ഇത് കേൾക്കുന്ന ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും ശിരകളിൽ ചോര തിളച്ചിട്ടുണ്ടാകും. ഇത് വെറുമൊരു പ്രസന്റേഷൻ ആയിരുന്നില്ല, മറിച്ച് ലോക ക്രിക്കറ്റിലെ മറ്റു വമ്പൻ ടീമുകൾക്കുള്ള ഇന്ത്യയുടെ ഒരു തുറന്ന വെല്ലുവിളിയും മരണ വാറന്റുമാണിത്. സഞ്ജുവിന്റെ ഈ ഗർജനം കേൾക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അതിന്റെ സർവ്വപ്രതാപത്തോടെയും മടങ്ങിയെത്തിയിരിക്കുന്നു. എതിരാളികളെ മാനസികമായി തളർത്തുന്ന ഈ ആക്രമണോത്സാഹവും ഭയമെന്നത് നിഘണ്ടുവിലില്ലാത്ത യുവനിരയുടെ പോരാട്ടവും കാണുമ്പോൾ നമുക്കുറപ്പിക്കാം, ഈ 2026 T20 ലോകകപ്പ് മറ്റാരും കൊണ്ടുപോകില്ല. അത് നമ്മുടെ ചുണക്കുട്ടികൾ ഇന്ത്യയിൽ തന്നെ നിലനിർത്തും. സഞ്ജുവിന്റെ ഈ തീപ്പൊരി വാക്കുകളെക്കുറിച്ചും കളിയിലെ ത്രില്ലിംഗ് നിമിഷങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.